1970 ഫെബ്രുവരി 19 കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ച കെ.ആർ. മീര കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ 1ാം റാങ്കോടെ ബിരുദാനന്തര ബിരുദം നേടി. 1993 മുതൽ മലയാള മനോരമയിൽ പത്രപ്രവർത്തകയായി ജോലി ചെയ്തു. ഇപ്പോൾ സ്വതന്ത്ര പത്രപ്രവർത്തകയായും മുഴുവൻ സമയ എഴുത്തുകാരിയായും പ്രവർത്തിക്കുന്നു. 2001 മുതൽ അവർ കഥകൾ എഴുതി തുടങ്ങി. ലളിതാംബിക അന്തർജനത്തിനു ശേഷം സ്ത്രീ ജീവിതത്തിലെ സാന്നിധ്യം വിളിച്ചോതുന്ന കഥകളാണ് മീരയുടേത്. സ്ത്രീത്വത്തിന്റെ പുതുനൂറ്റാണ്ടിന്റെ മൂല്യച്യുതികളും പ്രതിസന്ധികളും മീരയുടെ കഥകളും നോവലുകളും ഉള്ളടക്കം ചെയ്യുന്നു. അവരുടെ ശബ്ദം പുതുമയുള്ളതും സംവേദനക്ഷമതയുള്ളതും ദുർബലതയുടെ സ്പർശമുള്ളവയുമാണ്. ഹാങ് വുമൺ എന്ന തന്റെ കൃതിയിലൂടെ എഴുത്ത് എന്നത് ആത്യന്തിക കലാപമാണ് എന്ന് ഒരു ഇമെയിൽ അഭിമുഖത്തിൽ കെ.ആർ. മീര തന്നെ വ്യക്തിപരമായ യാത്രയെക്കുറിച്ചും കരകൗശലത്തെക്കുറിച്ചും പറയുന്നുണ്ട്. കെ.ആർ. മീരയുടെ ഏറ്റവും മികച്ച നോവലായ ആരാച്ചാറിന് 2013 ഓടക്കുഴൽ അവാർഡ്, 2014 വയലാർ അവാർഡ്, 2013 തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡും 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. അവരുടെ ആരാച്ചാർ എന്ന നോവലിലേക്ക് നമുക്ക് ഒന്ന് പ്രയാണം ചെയ്യാം. ഇന്നലെ വരെ മലയാളി ലോകത്തിന് പരിചിതമല്ലാത്ത ഒരു പ്രമേയമാണ് ഈ നോവലിലൂടെ കവയിത്രി ആവിഷ്കരിക്കുന്നത്. ബംഗാളിന്റെ ചരിത്രവും രാഷ്ട്രീയവും അതിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന ഒരു സ്ത്രീ ജീവിതത്തെയുമാണ് നമ്മൾ ഈ നോവലിൽ കണ്ടുമുട്ടുന്നത്. ചേതന ഗൃഥ മാലിക് എന്ന ആരാച്ചാർ കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ നോവൽ. സാധാരണ ഒരു സ്ത്രീ ജീവിതം നയിച്ചു വന്ന അവളുടെ ജീവിതത്തിന് പെട്ടെന്ന് മാറ്റം സംഭവിക്കുന്നു. സ്ത്രീ ലോകത്തിന്റെ മുഴുവൻ പ്രതീകമായി ആദ്യത്തെ വനിതാ ആരാച്ചാറായി അവർ മാറുന്നു. അന്നുവരെ ഭൂമിയെ ഒരു സ്ത്രീയും കടന്നു ചെന്നിട്ടില്ലാത്ത മേഖല വനിതാ ആരാച്ചാർ. യതീന്ദ്രനാഥ ബാനർജി എന്ന ആളിനെ തൂക്കിലേറ്റാനാണ് അവൾക്ക് ആദ്യം കിട്ടിയ നിയോഗം. ആ നിയോഗത്തിന് അവളുടെ കരങ്ങൾക്ക് ശക്തി പകർന്നതാകട്ടെ തന്റെ ബൃഹത്തായ ആരാച്ചാർ പാരമ്പര്യമാണ്. തന്റെ കുടുംബത്തിന്റെ ബൃഹത്തായ ആരാച്ചാർ പാരമ്പര്യത്തെക്കുറിച്ച് അവളുടെ പിതാവായ 451 പേരെ തൂക്കിലേറ്റിയ ഫണിപൂൺ ശ്രദ്ധാ മാലിക് അഭിമാനത്തോടുകൂടെ മുന്നേ വിവരിച്ചു നൽകിയിട്ടുണ്ട്. ആ പാരമ്പര്യം കേട്ടാണ് അവൾ വളർന്നു വന്നത്. കുക്കിടുന്നതും ഒരാളുടെ ജീവൻ എടുക്കുന്നതും ശ്രദ്ധാ മാലിക്കുകളെ സംബന്ധിച്ചിടത്തോളം നിസ്സാര കാര്യമാണ്. യതീന്ദ്രനാഥ ബാനർജിയുടെ ദയാഹർജി രാഷ്ട്രപതി തള്ളി എന്ന TV വാർത്തയിൽ തുടങ്ങുന്ന കൃതി സർവ്വബന്ധനങ്ങളിൽ നിന്നും മോചിതയാകുന്ന 22 വയസ്സുള്ള ചേതനയിൽ എത്തി നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് വായനക്കാർ സാക്ഷ്യം വഹിക്കുന്നത്. തന്റെ നിയോഗം ഏറ്റെടുക്കുന്നത് മുതൽ കൃത്യം നിർവഹിക്കുന്നത് വരെയുള്ള അവളുടെ ജീവിതത്തിലെ സംഭവ വികാസങ്ങൾക്കാണ് നോവലിന്റെ കാലപരിധി. സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ, മാധ്യമങ്ങളുടെ കടന്നുകയറ്റം, ഇന്ത്യൻ രാഷ്ട്രീയം എന്നിങ്ങനെ ചരിത്രത്തിനൊപ്പം ആനുകാലികവും കഥയിലുടനീളം ദൃശ്യമാകുന്നു. വാർദ്ധക്യത്തിന്റെ അനാരോഗ്യത്തിൽ നിൽക്കുന്ന ഫണിമൂൺ ശ്രദ്ധാ മാലിക് അപ്പോഴും തന്റെ ആരാച്ചാർ പാരമ്പര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. യതീന്ദ്രനാഥ ബാനർജിയുടെ തൂക്കുശിക്ഷ നടപ്പാക്കാൻ അദ്ദേഹത്തിന്റെ മകൾ ചേതനയെ ഏൽപ്പിക്കുന്നു. നീതിന്യായത്തിന്റെ നടത്തിപ്പിനാണെങ്കിൽ പോലും ഒരു കുറ്റവാളിയുടെ ജീവൻ എടുക്കുന്നു എന്നത് ആരാച്ചാരുടെ മാനസിക സംഘർഷം നമ്മൾ അവിടെ കാണുന്നുണ്ട്. ആരാച്ചാരുടെ ജീവൻ എടുക്കാൻ നിയോഗിക്കപ്പെട്ട ചേതനയുടെ അടുത്തേക്ക് മാധ്യമപ്രവർത്തകനായ സഞ്ജീവ് കുമാർ മിത്ര എത്തുന്നു. തന്റെ മാധ്യമത്തിന്റെ കച്ചവട റേറ്റിംഗ് കൂട്ടാനെത്തിയ മാധ്യമപ്രവർത്തകനായ സഞ്ജീവ് കുമാർ മിത്രയുമായി ചേതന പ്രണയത്തിലാകുന്നു. എന്നാൽ തന്റെ പ്രണയത്തിന് അവൾക്ക് അവളുടെ ജീവൻ തന്നെയാണ് വിലയായി കൊടുക്കേണ്ടി വന്നത്. എന്നാൽ സഞ്ജീവ് കുമാർ മിത്രയുടെ വഞ്ചനയ്ക്കിരയായ അവൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നില്ല. പകരം അയാൾക്കായി അവർ ഒരു തൂക്ക് കയർ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നു. അതിൻ്റെ അളവ് അവൾ തന്നെ കൃത്യമായി അളന്നെടുക്കുന്നു. എന്നാൽ ഇതിനിടെ യതീന്ദ്രനാഥ ബാനർജിയുടെ വധശിക്ഷ ചേതനയ്ക്ക് നടപ്പാക്കേണ്ടി വരുന്നു. യതീന്ദ്രനാഥ ബാനർജിയുടെ വധശിക്ഷ നടപ്പാക്കിയ അതേ നടപടി തന്റെ പത്രത്തിന്റെ ഫ്ലോറിലെത്തി നടപ്പാക്കാൻ ചേതനയുടെ പ്രണയിതാവ് കൂടിയായ സഞ്ജീവ് കുമാർ മിത്ര ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ആ ഫ്ലോറിലെത്തിയ ചേതന താൻ ഏതു വിധേനയാണോ യതീന്ദ്രനാഥ ബാനർജിയുടെ കുലശിക്ഷ നടപ്പാക്കിയത്, തന്നെ ചതിച്ച, തന്റെ സ്ത്രീത്വത്തിന് കളങ്കമേൽപ്പിച്ച സഞ്ജീവ് കുമാർ മിത്രയെ കൊല ചെയ്യുന്ന കാഴ്ചയാണ് വായനക്കാർ കാണുന്നത്. ഒരു സ്ത്രീ ജീവിതത്തിന് ഏൽക്കേണ്ടി വെച്ച തിക്താനുഭവം, ഈ കപട ലോകത്തിന്റെ ദൃശ്യ ആവിഷ്കാരം, അതെല്ലാമാണ് ഈ നോവലിലൂടെ കവയിത്രി വ്യക്തമാക്കുന്നത്. അങ്ങനെ പ്രണയത്തിന്റെ മറ്റൊരു ലോകം കൂടി മീര ആരാച്ചാർ എന്ന തന്റെ നോവലിലൂടെ ലോകത്തിന് മുന്നിലെത്തിക്കുന്നു. അങ്ങനെ സ്ത്രീകളാണ് കഥകളെന്നും സ്ത്രീകളിലൂടെ അല്ലാതെ ഈ പ്രപഞ്ചത്തെ നമുക്ക് ആവിഷ്കരിക്കാൻ പ്രയാസമാണ് എന്നും കെ.ആർ. മീര തന്റെ വാക്കുകളിലൂടെ അന്വർത്ഥമാക്കുന്നു.